തങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകർക്ക് പ്രതിമാസം 2000 രൂപ അധികം നൽകാനായി ബജറ്റിൽ പ്രത്യേകം തുക ഉൾക്കൊള്ളിച്ച് പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ ബജറ്റിൽ വകയിരുത്തിയത്. തീരുമാനം ഐകകണ്ഠേനയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ജെയിംസ് വ്യക്തമാക്കി. ആശാപ്രവർത്തകരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഈ സമരം വഴിയാണ് ഞങ്ങൾ അറിയുന്നത്. വാസ്തവത്തിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് ആശാപ്രവർത്തകർ. 2000 ഞങ്ങൾ അധികാരത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആശാപ്രവർത്തകർ ലോക്ക്ഡൗൺ ആയ കേരളമായിരുന്നു. ആശാപ്രവർത്തകരായിരുന്നു ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും അവരുടെ ജീവിതം ഒക്കെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അന്നൊക്കെ അവർക്ക് ഇടയ്ക്കൊക്കെ പറയാം ഞങ്ങൾക്ക് ശമ്പളം കുറവാണ്, മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രമേൽ ഒരു സീരിയസ് ആയിട്ട് ഇழுത്തിരുന്നില്ല. സമരം നമ്മളെ കണ്ണു തുറപ്പിച്ചു. സമരം വന്നപ്പോഴാണ് അവർക്ക് ഇത്ര പ്രയാസത്തിലാണ്, ഇത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയുന്നത്. പലപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്കൊരു യൂണിഫോം എന്താ എന്നൊക്കെ പറയുമായിരുന്നു. ഈ സമരം വന്നപ്പോൾ നമുക്ക് അവരുടെ വിഷമവും പ്രയാസവും നമുക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ സമരം തന്നെയാണ് ഈ ബഡ്ജറ്റിൽ അവർക്ക് വേണ്ടി തുക ഉൾക്കൊള്ളിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇൻഷുറൻസ്, യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ കൂടി ആശാപ്രവർത്തകർക്ക് നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾക്ക് 15 പേരാണ് ഞങ്ങൾക്കുള്ളത്. ആ 15 പേരിൽ മാസം 2000 രൂപ വെച്ച് കൊടുത്താൽ 3,60,000 രൂപ മതി. പിന്നെ അവർക്കൊരു ഇൻഷുറൻസ് വേണം. കാര്യം ഞാൻ എൻ്റെ ആശാവർക്കറുടെ പേര് വേണമെങ്കിൽ പറയാം. ആശാവർക്കറും ഞങ്ങൾ സ്ഥാനത്തിന് പോകുമ്പോൾ പട്ടി ഇങ്ങോട്ട് ചാടി വരിക എന്നിട്ട് ഞാനാണ് കുത്തിവെപ്പെടുന്നത്. അപ്പോൾ ആശാവർക്കർക്ക് ഒരു സേഫ്റ്റി ഇല്ല. അപ്പോൾ അത് അന്ന് പക്ഷേ ഇൻഷുറൻസിനെ പറ്റി ചിന്തിച്ചപ്പോൾ സർക്കാർ ഇൻഷുറൻസ് ഉണ്ട്, മറ്റേ ആരോഗ്യവകുപ്പിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ ഒരു ഇൻഷുറൻസ്, പിന്നെ അവർ തിരിച്ചറിയ ഒരു ഐഡൻറ്റിറ്റി, ഒരു യൂണിഫോം, പിന്നെ അവരുടെ കഴുത്തിലൊരു നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഒരു ഐഡൻറ്റി കാർഡ്. അത്തരം വരുമ്പോഴാണ് അവരുടെ ഒരു പദവി അംഗീകരിക്കുക മറ്റു കാര്യങ്ങൾ. കോവിഡ് കാലത്ത് ആശാപ്രവർത്തകരുടെ സേവനം തങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആരോഗ്യമേഖലയ്ക്ക് ആശാപ്രവർത്തകർ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നും ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൊന്നമ്മ ചാക്കോ പറഞ്ഞു. കഴിഞ്ഞ കോവിഡ് സമയത്ത് ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയും ഞങ്ങളെക്കാട്ടിലുപരിയായിട്ട് ഓരോ വീടുകളിലും ചെന്ന് അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് മരുന്നും അവർക്ക് സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത വ്യക്തികളാണ് ഈ ആശാവർക്കർമാർ. അപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്കും അത് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട്. നമുക്ക് അല്ലാതെ ഗ്രാമപഞ്ചായത്തിന് വേറെ ഒരു നിവൃത്തിയില്ലാത്ത കാരണത്താൽ അന്നൊക്കെ അതിനൊന്നും പരിഹാരം കാണില്ല. എന്നാലിപ്പോൾ പ്രസിഡന്റ് അതിന് പ്രത്യേക നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ 2000 രൂപ വീതം വെച്ച് കൊടുക്കുവാനായിട്ടുള്ള തീരുമാനമെടുത്തത്. സന്തോഷം എന്ന് മാത്രമായിരുന്നു ആശാപ്രവർത്തകരുടെ പ്രതികരണം. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ഒരു പഞ്ചായത്തിലും ഇല്ല. നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഞങ്ങളെ അംഗീകരിച്ച് ഞങ്ങളുടെ വർക്കുകളൊക്കെ അവർക്ക് ബോധ്യമായതുകൊണ്ടല്ലേ, അതുകൊണ്ട് വലിയ സന്തോഷമായി. ഓരോരുത്തരും ഈ കോവിഡ് വന്ന ഓരോ രോഗികളുടെ അടുത്ത് അവർക്ക് മരുന്ന്, ഭക്ഷണ സാധനങ്ങൾ, വെളിയിലിറങ്ങി പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വീടുകളിൽ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്ത്, പിന്നെ മരുന്നുകളെല്ലാം കറക്റ്റ് സമയത്ത് കൊടുത്ത് ഓരോ ദിവസവും അവരുടെ ആരോഗ്യസ്ഥിതി വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. 15 ആശാപ്രവർത്തകരാണ് വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലുള്ളത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ആശാപ്രവർത്തകർക്ക് അധിക തുക നൽകാൻ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. UDF ഭരിക്കുന്ന വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിൽ UDFന് 9 അംഗങ്ങളും LDFന് 5 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.